Hi friends. Now, this is an unboxing video. നമ്മുടെ ഹനവാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ട്രോളർ കം പ്രാം വാങ്ങിച്ചു ആമസോണിൽ നിന്ന്. അപ്പോൾ അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ വാങ്ങിച്ചത് LuvLapന്റെ സൺഷൈൻ സ്ട്രോളർ കം പ്രാം ആണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒരു പെട്ടെന്നുള്ള ഡെലിവറി ഒക്കെ ആയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത് 2 ദിവസത്തിനകം തന്നെ നമുക്ക് വന്നു. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് പാക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള പ്രോഡക്റ്റ് ആണ്. പക്ഷേ 8 കിലോയോളം ഇതിന് തന്നെ വെയിറ്റ് ഉണ്ട്. ഇതാണ്. ഇപ്പൊ ഇതിന്റെ കൂടെ നമുക്കൊരു യൂസർ മാനുവലും ഉണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വീൽസ് ഒന്നും അറ്റാച്ച്ഡ് അല്ല. ഒരു ലോക്ക് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ബാക്കി 2 വീൽസ് ഉള്ളത് അകത്താണ്. ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മളിതൊന്നും അറേഞ്ച് ഒന്നും ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് നമ്മൾ ആകെ ചെയ്തത് ആ റെഡ് മാറ്റി ഇങ്ങോട്ട് വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് ഈ ഷേപ്പിലായത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കനോപ്പി ഉണ്ടോ ഇങ്ങനെ വലിച്ച് നമുക്ക് വെക്കാം. ഇങ്ങനെ കുഞ്ഞിനൊന്ന് UV റൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം സൺറൈസ് ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് കുഞ്ഞിനൊരു ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ നമുക്ക് കുഞ്ഞിനെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെയും വെക്കാം. പ്രശ്നമില്ല. 3 രീതിക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ടയർ കണക്ട് ചെയ്ത് നോക്കാം ആദ്യം. വീലിന് പ്രത്യേകതയുണ്ട്. കാര്യം വീല് ലെങ്ത് കുറഞ്ഞത് ഈ ഒരു റെഡ് ഇത് കണ്ടോ, ഇതതിൻ്റെ ബ്രേക്ക് ടൈപ്പാണ്. അല്ലെങ്കിൽ നമുക്കിത് കണക്ട് ഒരു എന്താ പറയുക ഒരു കൺട്രോളിങ് മെക്കാനിസം ഉണ്ട് ഇതിനകത്ത്. നമുക്കിത് കണക്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കുറഞ്ഞത് ഫ്രണ്ട് വീലും ലെങ്ത് ഉള്ളത് ബാക്ക് വീലുമാണ്. കണ്ടോ, ഇതിനകത്ത് ലെങ്ത് കൂടുതലാണ്. നമുക്ക് ആദ്യം ഫ്രണ്ട് വീല് തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്ത് കയറ്റി എന്നിട്ട് ഇതൊന്ന് നമ്മൾ കാത്തു കൊടുത്തു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് വീലിങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ബാക്ക് വീല് കയറ്റാൻ പോവുകയാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് അതിനകത്ത് ഇതുണ്ട്. അതിനകത്ത് ഒരു സ്ക്രൂ ഉള്ളതിനകത്ത് കണക്റ്റായി ചെയ്യണം. ഇതാണ്. പിന്നെ ഇതിനകത്തുണ്ടായിരുന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ താഴെ വയ്ക്കുന്ന ട്രേ ആണ്. അത് നമുക്കത് കണക്ട് ചെയ്യാം. പിന്നെ സീറ്റാണ്. LuvLapന്റെ ഈ സ്ട്രോളറിന്റെ ഒരു പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് ഡിറ്റാച്ചബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കഴുകാനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം, എളുപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. 5 പോയിന്റ് സേഫ്റ്റി ഹാർനസ് എന്ന് പറഞ്ഞ ഒരുപാട് സേഫ്റ്റി ഹാർനസ് ബെൽറ്റ് ഒക്കെ ഉള്ളതാണ് ഇതിന്. ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഊരിയാൽ മതി. ഞാൻ ഊരി ഇത് നമ്മളിതാ ഇത് തന്നെ ഇതിനകത്തുകൂടി ഇങ്ങനെ എടുക്കണം. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം വിട്ടത് ഇതാണ്ട് ഇത് കണ്ടോ, ഇത് ഇതിനകത്ത് അകത്ത് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇതാണ്ട് ഇതിലോട്ട് വെക്കാനുള്ളതാണ്. ഇതാ സോറി, ഇത് ഇതിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കയറ്റി വെക്കാം. കയറ്റി വെച്ചിട്ട് നമ്മളിതാണ്ട് ഇവിടെ എൻ്റെ സാധനം ഉണ്ട്. ഇതുണ്ടോ, അതങ്ങ് ക്ലിപ്പ് ചെയ്താൽ മതി അല്ലേ? അങ്ങനെ ക്ലിപ്പ് ചെയ്താൽ മതി. എടുത്താ എന്നിട്ട് നമുക്ക് സീറ്റ് കറക്റ്റ് ചെയ്യാം. ഇതാ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് രണ്ടും വേണേ നമുക്ക് കയ്യിൽ വെക്കാം. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഒരു സിലിക്ക ജെല്ലുണ്ടായിരുന്നു, കണ്ണ് കാണാം. നമ്മളത് എടുത്ത് മാറ്റിയപ്പോൾ നമ്മൾ സീറ്റ് കറക്റ്റ് ചെയ്ത് വെച്ച് ഇത് യഥാർത്ഥത്തിൽ വേണ്ട ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമുക്ക് കുഞ്ഞിൻ്റെതായി ഇതൊക്കെ കണ്ടോ, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ സൈസ് അനുസരിച്ച്. അതുപോലെ ഇത് വിട്ടുപോയി. ഇതും ഇവിടെ കണ്ടോ, ഇവിടെ ഇത് നമുക്ക് സീറ്റ് ഇങ്ങനെ പൊങ്ങി വരുന്നതാണല്ലോ. അവിടെ നമുക്കിതൊരു കറക്റ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്.
നമ്മളും ആദ്യമായിട്ടാണ്. ഇത് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുഞ്ഞിന് ഇവിടെ ഒന്ന് തട്ടാതിരിക്കാൻ, കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതിട്ടിട്ട് നമ്മൾ ഇതങ്ങ് ഫിക്സ് ചെയ്യണം. ഇത് കണ്ടോ, ഫിക്സ് ചെയ്യുന്നത് കണ്ടോ, എന്താ ഇവിടെ നമുക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ അകത്തോട്ട് കയറ്റാം. അതുപോലെ ഇപ്പുറത്ത് വേണ്ട നമ്മളിതാ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ അകത്തോട്ട് കയറ്റാം. നമുക്കിത് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. എന്നിട്ട് നമുക്കിതാ ഇതിങ്ങനെ ഒരു ഇതുണ്ട്, അത് വെച്ചിട്ട് നമുക്കിതാ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അത് കുഞ്ഞകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ശരിയാവും. മാത്രമല്ല സത്യം പറഞ്ഞാൽ 15 kilograms വരെ ഭാരമുള്ള കുട്ടികളെ വെക്കാമല്ലോ, 15 കിലോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലുതാകുമ്പോൾ അവരുടെ സൈസൊക്കെ കറക്റ്റ് ആവും. ഇവിടെയും അതുപോലത്തെ ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് വെച്ച് കൊടുത്തു. ഇനി കുഞ്ഞിരുന്നിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട കണ്ടോ, ഇതെൻ്റെ 5 point സേഫ്റ്റി ഹാർനസ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി ഈ 2 ബെൽറ്റ് കുഞ്ഞിടുമ്പോൾ നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടോ, ഇത്രയും സേഫായിട്ടാണ് കുഞ്ഞ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇനി നമുക്ക് താഴെ ഫിറ്റ് ചെയ്യാനുണ്ട്. ഇതവരുടെ ഫുഡ് റെസ്റ്റ് ആണ്. നമുക്ക് അവരുടെ അല്ല കുറച്ചുകൂടെയൊക്കെ വളർന്നിരിക്കുന്ന കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ വെക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനിയും നമുക്ക് ആ താഴെ ട്രേ വെക്കണം. ഇതിനെ വെച്ചിട്ട് ഇതാ കണ്ടോ, ക്ലിപ്പുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് നമ്മൾ വേണ്ട ഇങ്ങനെ അകത്തോട്ടിട്ട് നമുക്ക് ട്രേ ആയി. പക്ഷേ കട്ടിയുണ്ട് കേട്ടോ, നമുക്ക് കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം ഇതിനകത്ത് ഫെസിലിറ്റീസ് നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെ ഒരു ഇതുണ്ടോ കാനോപ്പി, ഇതുണ്ടോ, ഇങ്ങനെ ഒരു അംബ്രല്ല ടൈപ്പ് ഒരു കാനോപ്പി ഉണ്ട്. ഇത്രയും വരെ ഇത് എക്സ്റ്റെൻഡ് ആവും. കണ്ടോ, വെയിൽ അൾട്രാ വയലറ്റ് റേസ് ഇതൊന്നും കുഞ്ഞിന് വെയിൽ. ഇതിനകത്ത് കുഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു ഓപ്പണിംഗ് പോലെ. ഓപ്പണിംഗ് അല്ല, യഥാർത്ഥത്തിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആയിട്ട് നമുക്ക് അകത്ത് കുഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ അടുത്തത് ഇതിൻ്റെ ഈ ഒരു ബാറാണ്. ഇത് റിവേഴ്സിബിൾ ആണ്. 2 സൈഡിലോട്ട് വെക്കാം. നമ്മൾ യൂഷ്വലി നമ്മളിപ്പോൾ കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അല്ല, അതിന് പകരം നമ്മളിപ്പോൾ എന്താ പറയുക, കുഞ്ഞിനെ നമ്മളെ കാണുന്നതാണ് കുഞ്ഞിന് സന്തോഷമെന്നുണ്ടെങ്കിൽ നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിതാ ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ കുഞ്ഞിരിക്കുക നമുക്ക് കുഞ്ഞിനെ കറക്റ്റായിട്ട് കാണാം. നമുക്ക് ആ വിൻഡോയുടെ ഒന്നും ഇത് വരത്തില്ല. നമുക്ക് കുഞ്ഞിനെ കറക്റ്റായിട്ട് കാണാം. കുഞ്ഞിനെ ഇങ്ങനെ ഫേസ് ചെയ്ത് ഇങ്ങനെ കൂടെ തന്നെ റിവേഴ്സിബിൾ ഹാൻഡിൽ ബാറിൻ്റെ പ്രത്യേകത. ഇനി ഇതിൽ നമുക്ക് ഈ ഷേഡ് തിരിച്ചു കൊണ്ടുവരാം. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി ഇതിന് ഈ ഒരു സൺഷൈൻ്റെ സ്ട്രോളർ പ്രാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുകുട്ടിയൊക്കെയാണ്. അപ്പം നമുക്കിത് 3 ടൈപ്പിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുമ്പോൾ ഒരു സിറ്റിംഗ് പൊസിഷനാണ്. കണ്ടല്ലോ, ഒരു സിറ്റിംഗ് പൊസിഷനാണ്. ഇവിടെ ബാക്കിൽ നമുക്ക് ഇതുണ്ട്. അപ്പം നമ്മൾ തന്നെ ഇതിനെ നമ്മൾ പൊസിഷനിലാക്കാൻ പറ്റും. ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് ശരിക്കുന്നുണ്ടോ, ഇതൊരു ചാരി ഇരിക്കുന്നത് പോലെയുള്ള ഒരു ടൈപ്പ് മാറി. പിന്നെ ഒന്നും കൂടെ നമ്മൾ പൊക്കിയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കിടക്കാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് ഒട്ടും വേദനിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ നമുക്കിതാ ഇത് കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഇതിൻ്റെ വീലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ വീൽ കണ്ടോ, 365 ഡിഗ്രി ചരി ഞാനിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. ഈ വീല് കണ്ടോ, ഇത് 365 ഡിഗ്രി ഇങ്ങനെ തിരിയും. അപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈ സ്ട്രോളർ പ്രാം നമുക്ക് തരിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്കത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടോ ഒരു പ്രാവശ്യം ലോക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ മൂവ് ചെയ്യൂ. മനസ്സിലായോ? അപ്പം അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്ത് നമുക്ക് താഴോട്ടാക്കിയാൽ ഇതെല്ലാം നമുക്ക് ബാക്കും ഫ്രണ്ടും ഒക്കെ നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പം ഇതിൻ്റെ ബാക്കിൽ ഇതാ കണ്ടോ, നമുക്ക് ഇങ്ങനത്തെ ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. അതിനകത്ത് നമുക്കൊരു മൊസ്കിറ്റോ നെറ്റ് തന്നിട്ടുണ്ട് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫോണൊക്കെ നമ്മുടെ ഫോണൊക്കെ വെക്കാം. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കുറച്ച് വെയിറ്റൊക്കെ ഇരിക്കും. ഈ മോസ്കിറ്റോ നെറ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ വേണ്ട, ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഒരു ഹുക്കുണ്ട്. കുഞ്ഞിനെ കൊതുകൊന്നും കഴിക്കില്ല.
ഇതാണ് നമ്മുടെ സ്ട്രോളർ. ഈ സ്ട്രോളറിലാണെങ്കിൽ 3 പൊസിഷനിൽ കുഞ്ഞുങ്ങളെ കിടക്കാൻ പറ്റും. ഇത്ര മാസം തൊട്ട് കിടക്കാൻ പറ്റും? വളരെ ന്യൂ ബോൺ ബേബി അതുകൊണ്ടാണ് നമ്മൾ സ്ട്രോളർ കം പ്രാം വാങ്ങിച്ചത്. ന്യൂ ബോൺ ബേബി തൊട്ട് അവർ പറയുന്നത് 36 months ആണ്. ഞങ്ങൾക്ക് 15 കിലോ അത്രയുള്ള കുഞ്ഞുങ്ങളെ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇത് ഞങ്ങൾ ഹനിക്ക് മുമ്പേ വാങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഇപ്പൊ എവിടെ ഹനി ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതുകൊണ്ട് വാങ്ങാതിരുന്നതാണ്. ഇപ്പൊ ഹനിക്കാണെങ്കിൽ എപ്പോഴും പോകണം. അപ്പൊ അതുകൊണ്ട് കൂടിയിട്ടാണ് ഭയങ്കര ടൂറാണ്. ഹനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ എല്ലായിടത്തും ഇതിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നുമല്ല. പക്ഷെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ കൊണ്ടുപോകണവർക്ക് ഭയങ്കര കംഫർട്ടാണ്. ഇനി നമുക്കിത് ഈ സ്ട്രോളർസും ക്രാം ഉണ്ടല്ലോ, അത് നമുക്ക് ഷോപ്സിലും അവൈലബിൾ ആണ്. ഫസ്റ്റ് ക്രൈയുടെ ഷോപ്പിലുണ്ട്, ബിബി അങ്ങനത്തെ കുട്ടികളുടെ കടകളിലുണ്ട്, അല്ലാത്ത ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും റേറ്റ് ഒരു 6000 മേലെ ഉള്ളായിരുന്നു. ഞാനത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിപ്പം അത് ഹനയ്ക്ക് 6 മാസം ആയുള്ളതെന്നുള്ളത് കൊണ്ടും ഞാൻ കൂടുതൽ കിടത്തിയൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ LuvLapൻ്റെതാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 4200 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. പിന്നെ അല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3700 തൊട്ട് നല്ല പ്രോഡക്റ്റ്, അതുപോലെ ഇങ്ങനെ ഈ സ്ട്രോളർ കം പ്രാമൊക്കെ നല്ല പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞാണെങ്കിൽ ഈ സോഫ്റ്റ്നെസ് കുറയും, അല്ലെങ്കിൽ സ്ഥലം കുറവ്, അല്ലെങ്കിൽ ഈ പൈപ്പ് സേഫ്റ്റി ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 4200 പ്രോഡക്റ്റ് ആണ്. പിന്നെ നമുക്ക് ഇതിപ്പം ഇവിടെ എല്ലാ മാളുകളിലും നമുക്ക് കൊണ്ടുപോകാം, അല്ല നമുക്ക് റോഡിൽ കൊണ്ടുപോകാം. നമ്മൾ നടക്കാനൊക്കെ പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പോകുമ്പോൾ മെയിൻ നല്ല റോഡാണെങ്കിൽ കൊണ്ടുപോകാൻ ഒരു പാടുമില്ല. കുട്ടിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാഴ്ചയൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്കും അതൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ കൊണ്ടുപോകുന്നവർക്ക് നല്ല എളുപ്പമുണ്ട്. നമുക്കിപ്പോൾ വില ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാടില്ല. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ബാക്കി സാധനങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണ്ട. നമുക്ക് ട്രെയിലും ബാക്കിലുമായിട്ടൊക്കെ വെക്കാം. കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ കൂടി ഇട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പേരൻസിന് ഇപ്പോഴത്തെ പേരൻസിന് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. പണ്ടതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റാണിത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം പൊതുവെ എനിക്ക് എടുത്തുകൊണ്ട് നടക്കുന്നതിനെക്കാട്ടി ഇതൊക്കെയാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്നുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പ്രോഡക്റ്റാണ്. പിന്നെ ഹനയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഹന ഒരു അല്ല ഇങ്ങനെ കാണുന്ന കുട്ടിയല്ലേ. അതുപോലെ തന്നെ ഹനിക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. കാര്യം ഹനിക്ക് ഇങ്ങനെ കവഴ്ചയൊക്കെ കാണാം. എല്ലാ കുട്ടിക്കും കാഴ്ച കാണാൻ ഇഷ്ടമാണ്. ഹനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രാവൽസ് കുറച്ച് ഉള്ളത് കൊണ്ട് പൊതുവെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്, ഇപ്പോൾ വാങ്ങിച്ചത്. പിന്നെ അതുപോലെ ഈ കുറച്ചുകൂടെ വലിയ കുട്ടിയൊക്കെ ഉണ്ടല്ലോ, 6 മാസം, ഹന 6 മാസം ആയെങ്കിലും അത്രയ്ക്ക് വേണ്ടി ഇരുന്നിട്ടൊന്നുമില്ല. ഇരിക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ 2200 രൂപ കൊണ്ട് തന്നെ ഈ സ്ട്രോളേഴ്സ് അവൈലബിൾ ആണ്, ഇരിക്കുന്ന ടൈപ്പ്. അപ്പോൾ ഈ ഹനയെ നമുക്ക് അങ്ങനെ ഒരുപാട് നേരം ഇരുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രോളർ കം പ്രാം വാങ്ങിച്ചത്. നല്ല പ്രോഡക്റ്റ് ആണ്. ആവശ്യമുള്ളവർ, എല്ലാവർക്കും വേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യം വരുന്നവർ പറ്റുന്നവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു റിലീഫായിരിക്കും. നമുക്ക് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ വീടിനകത്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇരുത്താനും, അല്ലെങ്കിൽ ഇപ്പോൾ അവർ പെർസെൻറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്തോട്ടൊക്കെ ഇങ്ങനെ ഇപ്പോൾ കിച്ചൺ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഇപ്പോഴത്തെ പേരൻസ് ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ മെഡിക്കൽ സർക്കംസ്റ്റൻസസിലൊക്കെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പ്രോഡക്റ്റാണ്. കാണിക്കുന്നേ ഓടിവാ വന്നതിനകത്തിരുന്നേ. ഞാനിപ്പോ ഹനയെ ഇങ്ങനെ ചാരുന്ന പോസ്റ്റിലാക്കി. എനിക്ക് അത് ഇടാൻ എളുപ്പമെന്നുള്ളത്. ഇരിക്കട്ടെ, പയ്യ പയ്യ തലയൊന്ന് പിടിച്ചു അവള് പിടിച്ചോളാം. ഇങ്ങനെ കൈ ഇങ്ങനെ ഇടണം. ഓക്കെ, ഇതിലെന്താണ്ട് ഇങ്ങനെ കൈ ഇടണം. ഇങ്ങനെ കൈ ഇടണം. ചേച്ചി ഇടണ്ട. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മളത് ഇടുന്നത്. കുറച്ചും കൂടി എത്തുന്നില്ലേ? ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹനയുടെ സ്വഭാവം മാറും എന്നുള്ളത് കൊണ്ട് മാത്രം ഹന ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു സുഖലോലിപ്പയാണ്. ഒന്നും വേദനിക്കുന്നതൊന്നും ഇഷ്ടമില്ല അല്ലേ അല്ലേ ഹന? ഇതാ ഹന കണ്ടോ, ഹനബാബ. ഹനബാബയ്ക്ക് ഞങ്ങളെ കാണുന്നതാണ് ഇഷ്ടമല്ലാത്തത്. കണ്ടോ, ഹനബാബിനെ നമ്മൾ ഇങ്ങനെയൊക്കെ കിടത്തി കഴിഞ്ഞാൽ ഹനബാബ നല്ലതായിട്ട് കിടക്കും. ഹനബാബിക്ക് പതിനകത്ത് ഇറങ്ങി പോകണം, അതാണ് പ്രശ്നം. നമുക്കിതാ ഇങ്ങനെ ഹനെ ഇങ്ങനെ മൂവി ചെയ്യിക്കാം. കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കിടക്കത്തില്ല, അടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ നോക്കാം. വളരെ എളുപ്പമാണ് ക്ലോസ് ചെയ്യുന്നത്. നമ്മളിതാ ബാക്കിൽ ഇതാ ഈ ട്രേ കണക്ട് ചെയ്തിരിക്കുന്ന ഇതില്ലേ, ഇതിൽ നമ്മൾ ഒന്നത് ചെയ്താൽ തന്നെ ഇതാണ് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ വന്നു തുടങ്ങും. പിന്നെ നമ്മളിതാ നേരത്തെ നമ്മളിട്ട ഈ 2 ലോക്കുകൾ എടുക്കണമായിരുന്നു. അങ്ങനെയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാറിലൊക്കെ ഇതിപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ സീറ്റൊക്കെ വേണമെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതെടുത്ത് അടുപ്പിച്ചതാ ഞങ്ങളുടെ ഹനവാവ ഇങ്ങനെ പിടിച്ചിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര സ്പീഡാടേ. ട്ടോ
അൻ്റെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹനവാവയുടെ സ്ട്രോളർ കേട്ടോ. അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വ്ളോഗിൽ കാണാം.